നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ടീം കനേഡിയൻ ലയൺസിന്റെ ഓണാഘോഷം സെപ്റ്റംബർ 21 ശനിയാഴ്ച പോൾ കോഫി പാർക്ക് ഏരിയ എ 3430 ഡെറി റോഡ് മിസിസാഗയിൽ വെച്ച് നടത്തപ്പെടുന്നു. രാവിലെ 11:30 ആരംഭിക്കുന്ന ഓണാഘോഷത്തിൽ വടംവലിയും ഓണസദ്യയും മറ്റു കലാപരിപാടികളും അടക്കം കുടുംബത്തിന് ഉല്ലസിക്കാനും ഒത്തുചേരാനും ഉതകുന്ന ഒരു ദിനം കാത്തിരിക്കുന്നു. ഫെഡറൽ ലിബറൽ ഗവൺമെന്റിനെ താഴെയിറക്കാനും തിരഞ്ഞെടുപ്പ് നേരത്തെയാക്കാനും സഹായിക്കണമെന്ന് ക്യൂബക് പ്രീമിയർ ഫ്രാൻസ്വ ലെക്കോർട്ട് ബ്ലോക്ക് ക്യൂബക്കോയ്സിനോട് അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രവിശ്യയുടെ താൽപര്യങ്ങളെ അനാദരിക്കുന്നത് തുടരുകയാണെന്നും അങ്ങനെയൊരു സർക്കാരിനെ ക്യൂബക്കിൽ നിന്നുള്ള പാർട്ടി സംരക്ഷിക്കണോ എന്നും ഫ്രാൻസ്വ ലെക്കോർട്ട് ആവശ്യപ്പെട്ടു. 33 എംപിമാരുള്ള ബ്ലോക്ക് ക്യൂബക്കോയ്സ് എടുക്കുന്ന നിലപാടാവും ട്രൂഡോ സർക്കാരിന്റെ വിധി നിർണയിക്കുക. കാനഡയുടെ രഹസ്യാന്വേഷണ മുൻഗണനകളുടെ പുതിയ പട്ടികയിൽ കാലാവസ്ഥാ വ്യതിയാനവും ഭക്ഷ്യസുരക്ഷയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ 2 വർഷം കൂടുമ്പോൾ രഹസ്യാന്വേഷണ മുൻഗണനകൾ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ആഗോള ആരോഗ്യം, ഭക്ഷണം, ജലം, ജൈവ വൈവിധ്യം എന്നിവയുടെ സുരക്ഷയും കാലാവസ്ഥാ വ്യതിയാനവും ആഗോള സുസ്ഥിരതയും സംബന്ധിച്ച പ്രശ്നങ്ങളും പുതുതായി ഉൾപ്പെടുത്തിയ രഹസ്യാന്വേഷണ മുൻഗണനകളിൽ ഉൾപ്പെടുന്നു. അക്രമാസക്തമായ തീവ്രവാദം, ചാരപ്രവർത്തനം എന്നിവയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്ന പരിഗണന പട്ടികയിൽ ഇടം പിടിച്ചു. സൈബർ ഭീഷണികൾ, അടിസ്ഥാന സൗകര്യ സുരക്ഷ, ആർട്ടിക് പരമാധികാരം, അതിർത്തി സമഗ്രത, രാജ്യാന്തര സംഘടിത കുറ്റകൃത്യങ്ങൾ, ചാരപ്രവർത്തനം എന്നിവയാണ് ലിസ്റ്റിൽ ഇടം പിടിച്ച മറ്റു പരിഗണനാ വിഷയങ്ങൾ. ഫെഡറൽ ഗതാഗത മന്ത്രി പാബ്ലോ റോഡ്രിഗസ് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചു. ക്യൂബക് ലിബറൽ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് പാബ്ലോ റോഡ്രിഗസ് തന്റെ രാജി പ്രഖ്യാപിച്ചത്. എന്നാൽ അവിശ്വാസത്തെ നേരിടാനൊരുങ്ങുന്ന ജസ്റ്റിൻ ട്രൂഡോയ്ക്കേറ്റ അടുത്ത പ്രഹരമായി രാഷ്ട്രീയ വൃത്തങ്ങൾ ഈ രാജിയെ കാണുന്നു. എന്നാൽ സർക്കാരിനെ താഴെയിടാൻ കൂട്ടുനിൽക്കില്ലെന്നും അടുത്ത തിരഞ്ഞെടുപ്പ് വരെ പാർലമെന്റിൽ സ്വതന്ത്രനായി തുടരുമെന്നും പാബ്ലോ മാധ്യമങ്ങളെ അറിയിച്ചു. അന്താരാഷ്ട്ര സ്റ്റഡി പെർമിറ്റ് അപേക്ഷകളുടെ എണ്ണം ഇനിയും കുറയ്ക്കാനുള്ള ഫെഡറൽ ഗവൺമെന്റിന്റെ തീരുമാനം യൂണിവേഴ്സിറ്റികളെ കടുത്ത സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളിവിടുമെന്ന് യൂണിവേഴ്സിറ്റീസ് കാനഡയുടെ പ്രസിഡന്റ് ഗബ്രിയേൽ മില്ലർ. ഈ വർഷം 35%, വരും വർഷങ്ങളിൽ 10% വീതം കൂട്ടിയും വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുന്നത് യൂണിവേഴ്സിറ്റികളെ അടച്ചുപൂട്ടലിലേക്കും ഈ മേഖല തകരാനും ഇടയാക്കുമെന്നും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുന്നതിൽ ഫെഡറൽ ഗവൺമെന്റിന്റെ അമിത ശ്രദ്ധ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ വിപണിയിൽ കാനഡയുടെ ബ്രാൻഡിനെ ഇല്ലാതാക്കുമെന്നും സർക്കാർ ഈ നിലപാട് പുനഃപരിശോധിക്കണമെന്നും കൗൺസിൽ ഓഫ് ഓന്റാരിയോ യൂണിവേഴ്സിറ്റീസ് പ്രസിഡന്റ് സ്റ്റീവ് ഓർസിനിയും സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രഭമങ്ങിയ സൂര്യൻ അമേരിക്കയിൽ നിന്ന് കൊച്ചിയിൽ തിരികെ എത്തി. നിങ്ങൾക്കെല്ലാം എല്ലാം വഴിയെ മനസ്സിലാകുമെന്നും നടൻ ജയസൂര്യ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും കൂടുതൽ പ്രതികരിക്കാനില്ല. കേസ് രണ്ടും കോടതിയിലിരിക്കുന്നത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയാനാകില്ല. എല്ലാം വഴിയെ മനസ്സിലാകും. കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ ഉടൻ കാണും. എല്ലാം വഴിയെ അറിയാം. അഭിഭാഷകൻ പറയുന്ന ദിവസം കാര്യങ്ങൾ വ്യക്തമാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. ക്യാൻസർ രോഗബാധിതയായി ലിസി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ മെയ് മാസത്തിലാണ് പരിശോധനയിൽ ക്യാൻസർ സ്ഥിരീകരിച്ചത്. ആദ്യ പരിശോധനയിൽ തന്നെ സ്റ്റേജ് 4 ക്യാൻസറാണ് കണ്ടെത്തിയത്. സെപ്റ്റംബർ 3 തുടർ പരിശോധനകൾക്കും ചികിത്സയ്ക്കുമായിട്ടാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്നായിരുന്നു മരണം സംഭവിച്ചത്. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥ പ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.